ജഗത്തിനെല്ലാം ഊന്നായ പൊട്ടൻ ദൈവമാണ്. മലയ സമുദായം കെട്ടിയാടുന്ന ആരാധനാമൂർത്തികളിൽ അഗ്രിമസ്ഥാനം തന്നെയാണ് പൊട്ടൻ ദൈവത്തിൽ. അഗാധമായ അദ്വൈതജ്ഞാനം സരളമായി വിശദീകരിച്ച് വിശ്വമാനവികതയെക്കുറിച്ചുള്ള അവബോധം ജനഹൃദയങ്ങളിലേക്ക് പകരുന്ന ശക്തമായ അനുഷ്ഠാനകലയാണ് പൊട്ടൻ ദൈവം. വിജ്ഞാന സാന്ദ്രമാണ് പൊട്ടൻ്റെ പാട്ട്. യോഗവേദാന്ത തത്വങ്ങളിലേക്ക് ആഴത്തിൽ കടന്നുചെന്ന് മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി രഹസ്യങ്ങളെ സമാശ്വാസപ്രദമാം വിധം പ്രകാശിപ്പിക്കുന്ന ചിന്താരത്നം തന്നെയാണത്. മനുഷ്യ മനസ്സിൻ്റെ ഉപരിപ്ലവവാസനയെ പൊട്ടൻ്റെ മുഖപ്പാളയായി അണിഞ്ഞുവന്ന് അതിനപ്പുറത്തേക്ക് നോക്കാനും സ്വന്തം യാഥാർത്ഥ്യത്തിൻ്റെ അഗാധതകളിലേക്ക് തിരക്കി ചെന്ന് പരിണാമപരമായ വികാസം നേടാനും മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്ന ആരാധനാമൂർത്തിയാണ് പൊട്ടൻ ദൈവം. എതിർത്ത് എന്നടുത്തു വന്ന് തെറ്റടാ പുലയാ നീ തെറ്റെന്ന് കേട്ട് തെറ്റുവാൻ എന്തുമൂലം തെറ്റുകയില്ല ഞാനും തെറ്റല്ലേ ചൊവ്വരിപ്പോൾ തെറ്റുവാൻ ചൊല്ലിയത് തെറ്റുവാനൊന്നുകൊണ്ടും പറ്റുകയില്ല പാർത്താൽ തീറുവിൻ ചൊവ്വരി ഞാൻ ചൊല്ലുന്ന വാർത്തയെല്ലാമെന്ന്. വിശ്വത്തിനെല്ലാം നീങ്കളുമേ തന്ത്രിയല്ലോ വിശ്വതന്ത്രത്തിൻ ജലതന്ത്രിയാകുന്നു നാങ്കൾ. രാത്രിയും പകലുമോർത്താൽ നമ്മളിലുണ്ടോ ഭേദം. കർമ്മസാക്ഷിയാം അർക്കദേവൻ ഉദിക്കുമ്പോൾ ഇക്കണ്ട ജന്തുക്കളിൽ അല്പവുമുണ്ടോ ഭേദമക്കണക്കോർത്താലെന്നും ഉദ്ഘോഷിച്ച് ജാതി ചിന്തയുടെ നിരർത്ഥകതയെ ചോദ്യം ചെയ്യുന്ന പൊട്ടൻ തെയ്യം അടിയാളൻ്റെ ഉടയോനാണ്. സർവജ്ഞപീഠം കയറാൻ യാത്ര തിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യനെ പരീക്ഷിക്കാൻ സാക്ഷാൽ ശങ്കരൻ ചണ്ടാല വേഷമണിഞ്ഞുവത്രേ. പുലയ വേഷമണിഞ്ഞ പരമേശ്വരൻ മദ്യകുംഭവുമേന്തി കൂടെ കുടിച്ചും ചാളപ്പാട്ട് പാടിയും കൊണ്ട് ശങ്കരാചാര്യർ വരുന്ന വഴിയിൽ നിന്ന് ചണ്ടാലനെ കണ്ട ആചാര്യൻ ദൂരെ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. അങ്ങെല്ലാം കാടല്ലോ ഇങ്ങെല്ലാം മുള്ള്, എങ്ങനടിയൻ വഴിതിരിയേണ്ടി എന്ന് ചണ്ടാലൻ ചോദിച്ചപ്പോൾ ശ്രീശങ്കരൻ ദോഷം പൂണ്ടുവത്രേ. ധികൃതന്മാരാം നിങ്ങളെത്രയും കുറഞ്ഞ ജാതി തെറ്റുനീ ദൂരെ തിരിയെ പോ ചണ്ടാലാവേഗമെന്നാക്രോശിച്ചു. താങ്കളെ കുത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ, നീങ്കളെ കുത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ തുടങ്ങിയ പുലയന്റെ യുക്തിവാദത്തിന് മുന്നിൽ പണ്ഡിതനായ ശങ്കരൻ പരാജയപ്പെട്ടു. വേദശാസ്ത്രത്തിൻ്റെയും നീതിമാർഗത്തിൻ്റെയും വെളിച്ചത്തിൽ ശുദ്ധാശുദ്ധ ഭേദങ്ങളും ഉച്ചനീചത്വവും കൽപ്പിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് ചണ്ടാലൻ സമർത്ഥിച്ചു. അദ്വയമായ ദിവ്യവാചോക്തി കേട്ടപ്പോൾ ശങ്കരാചാര്യർക്കത് നീചനല്ലെന്ന് ബോധ്യമായി. ആദി തീർക്കാൻ സാക്ഷാൽ കൈലാസനാഥനെ മനസാധ്യാനിച്ചു. അപ്പോൾ ലക്ഷ്യം കാട്ടിക്കൊടുത്തു. ആചാര്യർ മഹേശ്വരന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ താൻ ധരിച്ച വേഷം ഭൂലോകവാസികൾക്ക് എപ്പോഴും കാണുന്നതിന് വേണ്ടി ഒരു രൂപം സൃഷ്ടിക്കണമെന്ന് ഭഗവാന് തോന്നി. അങ്ങനെ ഒരു മൂർത്തിയെ സൃഷ്ടിച്ചു. കളിച്ചുടൻ ചിരിച്ചും നാവിനിടർച്ചയും കാണുന്നോർക്ക് രസിച്ചു പോരുന്ന കോലം ധരിച്ചുടനന്നു നന്നായി. കൈലാസം വലത്തുവെച്ചു കലാധരൻ പാദം കൂപ്പി മലനാടു കൺമതിനായി വടിപോട് പോന്നു ദൈവം. ആ തേജോരൂപനാണ് പൊട്ടൻ തെയ്യമായി ഉത്തരകേരളത്തിലെ അനേകം സ്ഥാനങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം നൽകി കനലാട്ടം നടത്തുന്നത്. ഭഗവാന്റെ ചൈതന്യം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.